ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായം 16-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയ സ്കന്ധേ അഥ സപ്തദശോऽധ്യായഃ. മൈത്രേയ ഉവാച. നിശമ്യാത്മഭുവാ ഗീതം കാരണം ശങ്കയോജ്ജിതാഃ തതഃ സർവേ നിവർത്തന്ത ത്രിദിവായ ദിവൗകസഃ. ഇതിസ്തു ഭർതൃരാദേശാത് അപത്യപരിശങ്കിനി പൂർണേ വർഷശതേ സാധ്വി പുത്രൗ പ്രസുഷുവേ യമൗ. ഉൽപാദാ ബഹവസ്തത്ര നിപേതുർജായമാനയോഃ ദിവി ഭുവ്യന്തരീക്ഷേ ച ലോകസ്യോരുഭയാവഹാഃ. സഹാചലാ ഭുവശ്ചേലുർദിശഃ സർവാഃ പ്രജ്വലുഃ സോൽകാശ്ചാശനയഃ പേതുഃ കേതവശ്ചാർത്തിഹേതവഃ. വവൗ വായുഃ സുദുസ്പർശഃ ഫുൽക്കാരാ നീരയൻ മുഹുഃ ഉന്മൂലയന്നഗപതീൻ വാത്യാനീകോരജോധ്വജഃ. ഉദ്ധസത്തടിതം ബോധ ഘടയാ നഷ്ടഭാഗണേ വ്യോംനി പ്രവിഷ്ടതമസാ നസ്മ വ്യാദൃശ്യത്തെ പദം. ചുക്രോശ വിമനാവാർധിരുദൂർമി ക്ഷുഭിതോദരഃ സോദപാനാശ്ച സരിത ചുക്ഷുഭു ശുഷ്കപങ്കജാഃ. മുഹുഃ പരിധയോ ഭുവൻ സരാഹോഃ ശശിസൂര്യോഃ നിർഘാതാ രഥനിർഹ്ലാദാ വിവരേഭ്യ പ്രജജ്ഞിരേ. അന്തർഗ്രാമേഷു മുഖതോ വമന്ദ്യോ വഹ്നിമുദ്ബണം സൃഗാലോലൂകടങ്കാരൈഃ പ്രണേതുരശിവം ശിവാ. സംഗീതവദ്രോദനവത് ഉന്നമയ്യ ശിരോധരാം വ്യമുഞ്ചൻ വിവിധാ വാചോ ഗ്രാമസിംഹാസ്തതസ്തതഃ. ഖരാശ്ച കർക്കശൈഃ ക്ഷത്തഃ ഖുരൈർഘ്നന്തോധരാതലം ഖാർക്കാരരഭസാ മത്താ പര്യധാവൻവരൂഥശഃ. രുദന്തോ രാസഭത്രസ്താ നീഡാത് ഉദപതൻ ഖഗാഃ ഘോഷേ അരണ്യേ ച പശവഃ ശകൃന്മൂത്രമകുർവതാം. ഗാവോത്രസൻ അസൃഗ്ധോ ദോഹാസ്തോയദാ പൂയവർഷിണഃ വിരുദൻ ദേവലിംഗാനി ദ്രുമാഃ പേതൃവിനാനിലം ഗ്രഹാൻ പുണ്യതമാനന്യേ ഭഗണാംശ്ചാപി ദീപിതാഃ അതിചേരുർവക്രഗത്യാ യുയുധുശ്ച പരസ്പരം. ദൃഷ്ട്വാമ്ന്യാംശ്ച അഹോൽപാദാൻ അതത്തത്വവിദഃ പ്രജാഃ ബ്രഹ്മപുത്രോണുതേ ഭീതാ മേനിരേ വിശ്വസംപ്ലവം. താവാദിദൈത്യൗ സഹസാ വ്യജ്യമാനാത്മപൗരുഷൗ വവൃഥാദേ ശ്മസാരേണ കായേനാദ്രിപതി ഇവ. അടുത്തതാണ് 17-ാമത്തെ ശ്ലോകം. ദിവിസ്പൃശൗ ഹേമകിരീടകോടിഭിർനിരുദ്ധകാഷ്ഠൗ സ്ഫുരദംഗദാഭുജൗ ഗാം കമ്പയന്തൗ ചരണൈഃ പദേ പദേ കട്യാസു കാഞ്ചിയാർക്കമദീത്യതസ്ഥതുഃ. ദിവിസ്പൃശൗ ഹേമകിരീടകോടിഭിർനിരുദ്ധകാഷ്ഠൗ സ്ഫുരദംഗദാഭുജൗ ഗാം കമ്പയന്തൗ ചരണൈഃ പദേ പദേ കട്യാസു കാഞ്ചിയാർക്കമദീത്യതസ്ഥതുഃ. ഈ അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് ആദിദൈത്യന്മാരായിരിക്കുന്ന ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും കുറിച്ച് പറയുന്നതാണ് ഇവിടെ ശ്ലോകം. അതായത് ഹേമകിരീടകോടിഭിഹി പൊൻകിരീടങ്ങൾ അവയുടെ അഗ്രങ്ങളാൽ അങ്ങനെ ദിക്കുകളെ മുട്ടുന്നവർ, ആകാശത്തെ ദിവിസ്പൃശവും ആകാശത്തെ മുട്ടുന്നവരും, അതുപോലെ നിരുദ്ധകാഷ്ഠവും എന്ന് പറഞ്ഞാൽ ആ ദിക്കുകളിലെല്ലാം വ്യാപിക്കുമാറ് തടിച്ചവരും, സ്ഫുരദംഗദാഭുജവും ആ മിന്നുന്ന തോൾവളകളുള്ള ആ ഭുജങ്ങളോട് കൂടിയവരും, പിന്നെ കാലുകളാൽ ഓരോ അടിവെപ്പിലും ആ ഭൂമിയെ വിറപ്പിക്കുന്നവർ. ഗാം കമ്പയന്തോ ചരണൈഹി കാലുകളാൽ ഓരോ പദേ പദേ ഓരോ പദങ്ങൾ അടിയിലും ആ ഭൂമിയെ അവരിങ്ങനെ വർപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കട്യാസു കാഞ്ചിയാർക്ക ഭംഗിയുള്ള അരഞ്ഞാൻ അണിഞ്ഞിട്ടുള്ള ആ അരക്കെട്ടിനാൽ അത് അവര് ആദിത്യബിംബത്തെ സുകാഞ്ചിയാർക്കം അതീത്യതസ്ഥതു ആദിത്യബിംബത്തെ പോലും മറികടന്ന് അവർ അങ്ങനെ നിലകൊള്ളുകയാണ്. അപ്പോൾ അതിലത്തെ പദങ്ങളെ ഹേമകിരീടകോടിഭിഹി പൊൻകിരീടാഗ്രങ്ങളാൽ, ദിവിസ്പൃശൗ ആകാശത്തെ മുട്ടുന്നവരും, നിരുദ്ധകാഷ്ഠൗ ദിഗന്ധരങ്ങൾ വ്യാപിക്കുമാറ് തടിച്ചവരും,
സ്ഫുരദംഗദാഭുജൗ മിന്നുന്ന തോൾവളകളുള്ള ഭുജങ്ങളോട് കൂടിയവരും ചരണൈഹി കാൽകളാൽ പതേ പതേ ഓരോ അടിവെപ്പിലും ഗാം ഭൂമിയെ കമ്പയന്തൗ വിറപ്പിക്കുന്നവരും ആയ അവർ സുകാഞ്ചിയ ഭംഗിയുള്ള അരഞ്ഞാണമണിഞ്ഞ കട്ടിയ അരക്കെട്ടിനാൽ അർക്കം ആദിത്യബിംബത്തെ അതീത്യ മറികടന്ന് തസ്ഥതുഹു നിലക്കൊണ്ടു. എന്നുകൂടി പറയാം. ഹേമകിരീടകോടിഭി പൊൻകിരീടാഗ്രങ്ങളാൽ ദിവിസ്പൃശൗ ആകാശത്തെ മുട്ടുന്നവരും നിരുദ്ധകാഷ്ഠൗ ദിഗന്ധരങ്ങൾ വ്യാപിക്കുമാറ് തടിച്ചവരും സ്ഫുരദംഗദാഭുജൗ മിന്നുന്ന തോൾവളകളുള്ള ഭുജങ്ങളോട് കൂടിയവരും ചരണൈഹി കാൽകളാൽ പതേ പതേ ഓരോ അടിവെപ്പിലും ഗാം ഭൂമിയെ കമ്പയന്തോ വിറപ്പിക്കുന്നവരും ആയ അവർ സുകാഞ്ചിയ ഭംഗിയുള്ള അരഞ്ഞാൺ അണിഞ്ഞ കട്ടിയ അരക്കെട്ടിനാൽ അർക്കം ആദിത്യബിംബത്തെ അതീത്യ മറികടന്ന് തസ്ഥതുഹു നിലക്കൊണ്ടു. അപ്പോൾ ഇതിലത്തെ അന്വയം ഹേമകിരീടകോടിഭി ദിവിസ്പൃശൗ നിരുദ്ധകാഷ്ഠൗ സ്ഫുരദംഗദാഭുജൗ ചരണൈഹി പദേ പദേ ഗാം കമ്പയന്തൗ സുകാഞ്ചിയ കട്യ അർക്കം അതീത്യ തസ്ഥതുഹു. എന്നുകൂടി പറയാം. ഹേമകിരീടകോടിഭി ദിവിസ്പൃശൗ നിരുദ്ധകാഷ്ഠൗ സ്ഫുരദംഗദാഭുജൗ ചരണൈഹി പദേ പദേ ഗാം കമ്പയന്തൗ സുകാഞ്ചിയ കട്യ അർക്കം അതീത്യ തസ്ഥതുഹു. അപ്പോൾ പൊൻകിരീടാഗ്രങ്ങളാൽ ആകാശത്തെ മുട്ടുന്നവരും ആ ദിഗന്ധരങ്ങൾ വ്യാപിക്കുമാറ് തടിച്ചവരും മിന്നുന്ന തോൾവളകളുള്ള ഭുജങ്ങളോട് കൂടിയവരും ആ കാൽകളാൽ ഓരോ അടിവെപ്പിലും ഭൂമിയെ വിറപ്പിക്കുന്നവരും ആയ അവർ ഭംഗിയുള്ള ആ അരഞ്ഞാണം അണിഞ്ഞ അരക്കെട്ടിനാൽ ആദിത്യബിംബത്തെ മറികടന്ന് നിലക്കൊണ്ടു. പൊൻകിരീടാഗ്രങ്ങളാൽ ആകാശത്തെ മുട്ടുന്നവരും ആ ദിഗന്ധരങ്ങൾ വ്യാപിക്കുമാറ് തടിച്ചവരും മിന്നുന്ന തോൾവളകളുള്ള ഭുജങ്ങളോട് കൂടിയവരും കാൽകളാൽ ഓരോ അടിവെപ്പിലും ഭൂമിയെ വിറപ്പിക്കുന്നവരും ആയ ആ ഭംഗിയുള്ള അരഞ്ഞാണമണിഞ്ഞ അരക്കെട്ടിനാൽ ആദിത്യബിംബത്തെ മറികടന്ന് അവർ നിലക്കൊണ്ടു. അപ്പോൾ നിന്നാൽ കിരീടങ്ങളുടെ അഗ്രങ്ങളാൽ ആകാശം തൊടും, അത്രയ്ക്ക് പൊക്കമുണ്ട്. ദേഹപുഷ്ടി കൊണ്ട് ദിക്കുകളെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഭുജങ്ങൾ ശോഭിക്കുന്ന തോൾവളകളാൽ അലങ്കൃതങ്ങളാണ്. ഓരോ കാൽവെപ്പിലും ഭൂമി വിറയ്ക്കും. അരഞ്ഞാണ അണിഞ്ഞ് അരക്കെട്ട് സൂര്യനേക്കാൾ മീതെയാണ്. അവർ അങ്ങനെ സ്ഥിതി ചെയ്തു. അപ്പോൾ ആകാശം സ്പർശിക്കുന്നവരും സ്വർണ്ണക്കിരീടങ്ങളുടെ അഗ്രഭാഗം കൊണ്ട് ദിക്കുകളെല്ലാം വ്യാപിച്ചവരും ശോഭിക്കുന്ന തോൾവളകൾ കൊണ്ട് അലങ്കൃതങ്ങളായിട്ടുള്ള ഭുജങ്ങളോട് കൂടിയവരുമായ അവർ ഓരോ കാൽവയ്പിലും ഭൂമിയെ വിറപ്പിച്ചുകൊണ്ടും മനോഹരമായ അരഞ്ഞാണുകൊണ്ട് ശോഭിക്കുന്ന അരയാൽ സൂര്യനെ അതിക്രമിച്ചുകൊണ്ടും സ്ഥിതി ചെയ്തു. അപ്പോൾ സ്വർണ്ണ കിരീടാഗ്രഭാഗങ്ങൾ ആകാശത്തിൽ സ്പർശിച്ചിരുന്നു. ദിഗ്വിഭാഗങ്ങളെ തടയുന്ന വിധത്തിൽ അവരുടെ ശരീരം തടിയുള്ളതായിരുന്നു. കൈകളിൽ ധരിച്ചിരുന്ന വളകൾ അതീവ ശോഭയുള്ളവയായിരുന്നു. ഓരോ അടി വയ്ക്കുമ്പോഴും ഭൂമി ചലിച്ചു. ശോഭയുള്ള അരഞ്ഞാൺ ധരിച്ചിട്ടുള്ള ആ അരക്കെട്ടിൽ നിന്നും പുറപ്പെടുന്ന ശോഭ ആ സൂര്യമണ്ഡല പര്യന്തം വ്യാപിച്ചിരുന്നതിനാൽ പ്രകാശം കൊണ്ടും ഉയരം കൊണ്ടും ഈ രണ്ട് അസുരന്മാർ സൂര്യനെയും അതിക്രമിച്ചവരായിട്ട് വളർന്നു. അതിലത്തെ വ്യാഖ്യാനം ഹേമകിരീടകോടിഭിർദിവിസ്പൃശന്തൗ ആ കിരീടാഗ്രങ്ങളാൽ ദിക്കുകളെ അതിനെയും മറികടന്ന് സന്തൗ പിന്നെ കട്യ അർക്കം ആ നല്ല ഭംഗിയുള്ള അരഞ്ഞാണുകളാൽ ശോഭിക്കുന്ന അർക്കനേക്കാൾ സമതീത്യ തസ്ഥതുഹു ആ സൂര്യനേക്കാൾ ശോഭിക്കുന്നവരും ആയിട്ട് ഈ കിരീടങ്ങളാൽ അങ്ങനെ ദിക്കുകളെ ഭേദിച്ചുകൊണ്ട് അവർ അർക്കന് സമന്മാരായിട്ട് അവരെ മറികടന്ന് അർക്കൻ്റെ ഇതിനേക്കാൾ മറികടന്ന് തസ്ഥതുഹു അവർ നിലക്കൊണ്ടു. ഹേമകിരീടകോടിഭിർദിവിസ്പൃശന്തൗ സന്തൗ
കട്യാർക്കം സമതീത്യ തസ്ഥതുഹു അതാണ് വ്യാഖ്യാനം. അടുത്ത ശ്ലോകം പറഞ്ഞിരിക്കുന്നത് പ്രജാപതിർനാമതയോരകാശീദ്യ പ്രാക് സ്വദേഹാദ്യമയോരജായത തം വൈ ഹിരണ്യകശിപും വിദു പ്രജായം തം ഹിരണ്യാക്ഷമസൂതസാഗ്രതഃ പ്രജാപതിർനാമതയോരകാശീദ്യ പ്രാക് സ്വദേഹാദ്യമയോരജായത തം വൈ ഹിരണ്യകശിപും വിദു പ്രജായം തം ഹിരണ്യാക്ഷം അസൂതസ്വഗ്രതഃ. ആ പ്രജാപതിർനാമ ആ കശ്യപ പ്രജാപതി അവർക്ക് തയോർ അകാശീത് നാമകരണം ചെയ്തു, അവർക്ക് പേരിട്ടു. രണ്ട് ദൈത്യന്മാർ. പ്രാക് സ്വദേഹ ആദ്യമയോരജായത ആദ്യം സ്വന്തം ദേഹത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ആളെ തം വൈ ഹിരണ്യകശിപു എന്ന് പേരിട്ടു. വിദുഹു പ്രജാ യം തം ഹിരണ്യാക്ഷം. രണ്ടാമതായിട്ട് ആ ദിതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ ആദ്യം പ്രസവിച്ച ആ കുഞ്ഞിനെ ഹിരണ്യാക്ഷം അസൂതസാഗ്രത ആദ്യമായിട്ട് പിറന്ന കുട്ടിയെ ഹിരണ്യാക്ഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇതിൽ രണ്ടുപേരും ഇരട്ടകളാണ്. ആദ്യം ഹിരണ്യാക്ഷനുണ്ടായി, രണ്ടാമതായിട്ട് ഹിരണ്യകശിപു ഉണ്ടായി. പക്ഷേ ഹിരണ്യകശിപുവാണ് ജ്യേഷ്ഠൻ, ഹിരണ്യാക്ഷനാണ് അനുജൻ. അത് പ്രതിലോമം ആയിട്ടുള്ള ആ പ്രസവത്തിൽ ഇരട്ട കുട്ടികൾ പ്രസവിക്കുമ്പോൾ പ്രതിലോമ ക്രമപ്രകാരമാണ് അവസാനം വരുന്ന ആൾ ജ്യേഷ്ഠനും ആദ്യം വരുന്ന ആൾ അനുജനും ആയിത്തീരും. അങ്ങനെയാണ് ഇവിടെ അത് വന്നിട്ടുള്ളത്. അപ്പം തയോഹോ അവർക്ക് പ്രജാപതി കശ്യപ പ്രജാപതി നാമ അകാർഷി നാമകരണം ചെയ്തു. യമയോഹോ ഇരട്ടപ്രസവത്തിൽ പ്രാക് യഹ ആദ്യമായിട്ട് ആരോ സ്വദേഹാത് തൻ്റെ ദേഹത്തിൽ നിന്ന് അജായത ഉണ്ടായത് തം വൈ അവനെ അത്രേ പ്രജാഹ ജനങ്ങൾ ഹിരണ്യകശിപുവെന്ന് വിദുഹു അറിയുന്നത്. സാ അവൾ ദിതി അർത്ഥം യം ആരേ അഗ്രത ആദ്യം അസൂത ആദ്യം പ്രസവിച്ചു അവളെ തം അവനെ ഹിരണ്യാക്ഷനെന്നും അറിയുന്നു. എന്നുകൂടി പറയാം. തയോഹോ അവർക്ക് പ്രജാപതി ആ കശ്യപ പ്രജാപതി നാമ അകാർഷിയിൽ നാമകരണം ചെയ്തു. യമയോഹോ ഇരട്ടപ്രസവത്തിൽ പ്രാക് യഹ ആദ്യമായി ആരോ സ്വദേഹാത് തൻ്റെ ദേഹത്തിൽ നിന്നും അജായത ഉണ്ടായത് തം വൈ അവനെ അത്രേ പ്രജാഹ ജനങ്ങൾ ഹിരണ്യകശിപു എന്ന് വിദുഹു അറിയുന്നത്. സാ അവൾ ആദിതി യം ആരെ അഗ്രത ആദ്യം അസൂത പ്രസവിച്ചുവോ തം അവനെ ഹിരണ്യാക്ഷനെന്നും അറിയുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം നോക്കിയാൽ തയോഹോ പ്രജാപതി നാമ അകാർഷീൽ യമയോഹോ പ്രാഗ്യഃ സ്വദേഹാത് അജായത തം വൈ പ്രജാഹ ഹിരണ്യകശിപും വിദുഹു സാ യം അഗ്രതഃ അസൂത തം ഹിരണ്യാക്ഷം. ഒന്നുകൂടി പറയാം. തയോഹോ പ്രജാപതി നാമ അകാർഷീൽ യമയോഹോ പ്രാഗ്യഃ സ്വദേഹാത് അജായത തം വൈ പ്രജാഹ ഹിരണ്യകശിപും വിദുഹു സാ യം അഗ്രതഃ അസൂത തം ഹിരണ്യാക്ഷം. അതായത് അവർക്ക് ആ കശ്യപ പ്രജാപതി നാമകരണം ചെയ്തു. ആ രണ്ട് പുത്രന്മാർക്ക് കശ്യപ പ്രജാപതി നാമകരണം ചെയ്തു. ഇരട്ടപ്രസവത്തിൽ ആദ്യമായിട്ട് ആരോ തൻ്റെ ദേഹത്തിൽ നിന്നും ഉണ്ടായത് അവനെ അത്രേ ജനങ്ങൾ ഹിരണ്യകശിപുവെന്ന് അറിയുന്നത്. അവൾ അതിഥി ആരെ ആദ്യം പ്രസവിച്ചുവോ അവനെ ഹിരണ്യാക്ഷൻ എന്നും അറിയുന്നു. അപ്പോൾ അവർക്ക് ആ പ്രജാപതി കശ്യപൻ ആ രണ്ട് ദൈത്യന്മാർക്ക് നർത്ഥം ആ കശ്യപ പ്രജാപതി നാമ അകാർഷി നാമകരണം ചെയ്തു. ആ ഇരട്ടപ്രസവത്തിൽ ആദ്യമായിട്ട് ആരാണോ തൻ്റെ ദേഹത്തിൽ നിന്നും ഉണ്ടായത് അവനെ അത്രേ പ്രജകൾ ഹിരണ്യകശിപു എന്ന് വിളിക്കുന്നത് അറിയുന്നത്. വിദുഹു അവൾ അതിഥി ആരെ ആദ്യം പ്രസവിച്ചുവോ അവനെ ഹിരണ്യാക്ഷനെന്നും അറിയുന്നു. അപ്പോൾ ഇവിടെ
അവർക്ക് രണ്ടുപേർക്കും ആ കശ്യപ പ്രജാപതി നാമകരണം ചെയ്തു. തൻ്റെ വീര്യത്തിൽ നിന്നും ആദ്യമുണ്ടായവനെ ഹിരണ്യകശിപു എന്നും ആദ്യം പ്രസവിക്കപ്പെട്ടവനെ ഹിരണ്യാക്ഷൻ എന്നും ഉള്ള നാമധേയങ്ങളിൽ പ്രജകൾ അറിയുന്നു. ഇരട്ട പ്രസവത്തിൽ ജനിക്കുന്നത് ഗർഭോത്പാദനത്തിൻ്റെ പ്രതിലോമക്രമത്തിലാണെന്നാണ് ഭാഗവത മതം. അതിനാൽ പ്രസവത്തിൽ ആദ്യം ജനിക്കുന്നവൻ അനുജനും രണ്ടാമത് ജനിക്കുന്നവൻ ജ്യേഷ്ഠനും ആണ്. ഈ തത്വപ്രമാണ സംഹിത ശ്രീധരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാനത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. അയം ഭാവ യദാഹി ഗർഭാധാന സമയേ യോനിപുഷ്പം വിശദ്വീര്യം ദ്വിധാ വിഭക്തം ആദിപഞ്ചാൽഭാവേന പ്രാവിശതി തദാ യമൗ ഭവസ്തയോശ്ച പിതൃതഃ പ്രവേശക്രമവിപര്യേണ മാതൃതഃ പ്രസൂതി യദാ വിഷേദ്വിധാഭൂതം ബീജം പുഷ്പം പരിക്ഷരൽ ദ്വൗ തദാ ഭവതോ ഗർഭൗ സൂതിർവേഷ വിപര്യാൽ ഇത് പിണ്ടസിദ്ധി സ്മരണാത്. പിണ്ടസിദ്ധി എന്ന ആ വൈദ്യഗ്രന്ഥത്തിലെ പ്രമാണം ആണ് അവലംബം. സ്ത്രീയോനിയിൽ പ്രവേശിച്ച വീര്യം രണ്ടായി വിഭജിക്കപ്പെട്ടാൽ ഇരട്ട പ്രസവിക്കും. അങ്ങനെ പിതാവിൽ നിന്നും മാതൃയോനിയിൽ പ്രവേശിക്കുന്നതിൻ്റെ പ്രതിലോമക്രമത്തിലാണ് പ്രസവം നടക്കുക. ആദ്യം ഉൽപ്പാദിക്കപ്പെട്ടവൻ പ്രസവത്തിൽ രണ്ടാമനായിരിക്കും. അതിനാൽ അവനാണ് ജ്യേഷ്ഠൻ എന്ന് സാരം. അപ്പോൾ ഈ ഭാഗവത ശ്ലോകവും ശ്രീധരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനവും പലരും അതിനെ പറ്റിയിട്ട് വിമർശിച്ചിട്ടുണ്ട്. സൂക്ഷ്മചിന്തനയിൽ ഈ വിമർശനത്തിൽ യാതൊരു കഴമ്പും ഇല്ല മനസ്സിലാവും. മറ്റു പല ഗ്രന്ഥത്തിലും പല വിധത്തിലും ആയിട്ട് ഈ ജന്മത്തെ, ഈ ഇരട്ടപ്രസവത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിരണ്യകശിപുവിന് ആ പേർ എങ്ങനെ വന്നു എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവരിൽ ഏതൊരാൾ തൻ്റെ ദേഹത്തിൽ നിന്നും ആദ്യമുണ്ടായി അയാളെ ഹിരണ്യകശിപു എന്നും ദിതി ആദ്യം പ്രസവിച്ചവനെ ഹിരണ്യാക്ഷൻ എന്നും പ്രജകൾ അറിയത്തക്ക വിധം ആ പ്രജാപതി അവർക്ക് നാമകരണം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. കശ്യപ പ്രജാപതി പുത്രന്മാരായിരിക്കുന്ന രണ്ടുപേർക്കും പേർ നിശ്ചയിച്ചു. ആ രണ്ടുപേരിൽ സ്വദേഹത്തിൽ നിന്നും ആദ്യം പുറപ്പെട്ടതായ വീര്യത്തിൽ നിന്നും ജനിച്ചവനും ഒടുവിൽ പിറന്നവനുമായിരിക്കുന്ന ജ്യേഷ്ഠന് ഹിരണ്യകശിപുവെന്നും ദിതി ആദ്യം പ്രസവിച്ച പുത്രന് അനുജൻ ഹിരണ്യാക്ഷനെന്നും നാമധേയം കൽപ്പിച്ചു. അപ്പം ഇതിൽ തതോ ഹിരണ്യകശിപുർ ബ്രഹ്മവരേണ കശ്യപസ്തയോർ നാമ, കശ്യപൻ അവർക്ക് നാമകരണം ചെയ്തു. കശ്യപസ്തയോർ നാമചകാര, അവർക്ക് നാമകരണം ചെയ്തു. ജ്യേഷ്ഠനെ ഹിരണ്യകശിപു, അനുജം ഹിരണ്യാക്ഷം വിദു, അനുജനെ ഹിരണ്യാക്ഷൻ എന്നും എല്ലാവരും അറിയപ്പെട്ടു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കശ്യപസ്തയോർ നാമചകാര ജ്യേഷ്ഠം ഹിരണ്യകശിപു കശിപും അനുജം ഹിരണ്യാക്ഷം വിദുഹു. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം വരുന്നത് ചക്രേ ഹിരണ്യകശിപുർദോർഭ്യാം ബ്രഹ്മവരേണ ച വശേ സപാലാൻ ലോകാം സ്ത്രീൻ അകുതോ മൃത്യു രുദ്ധതഃ. ചക്രേ ഹിരണ്യകശിപുർദോർഭ്യാം ബ്രഹ്മവരേണ ച വശേ സപാലാൻ ലോകാം സ്ത്രീൻ അകുതോ മൃത്യുരുദ്ധതഃ. ചക്രേ വശേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശേ ചക്രേ സ്വന്തം വശത്തിലാക്കി, സ്വാധീനത്തിലാക്കി. ആരെ? ത്രീൻ ലോകാൻ, മൂന്ന് ലോകങ്ങളെയും തൻ്റെ വശത്തിലാക്കി. ആരോടുകൂടി? സപാലാൻ, ആ പാലകന്മാരോട് കൂടിയിട്ട് മൂന്ന് ലോകങ്ങളെയും തൻ്റെ സ്വാധീനത്തിലാക്കി. എന്തുകൊണ്ടാണ്? ബ്രഹ്മവരേണച്ച, ആ ബ്രഹ്മാവിൻ്റെ വരബലത്താൽ, ബ്രഹ്മാവിൻ്റെ വരബലം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇവരെയൊക്കെ മൂന്ന് ലോകങ്ങളെയും തൻ്റെ സ്വാധീനത്തിലാക്കാൻ പറ്റിയത്. ബ്രഹ്മാവിൻ്റെ വരബലത്താൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് വരബലം കിട്ടിയിട്ടുള്ളത്? അകുതോ മൃത്യുച്ച, ആ മരണഭയം ഇല്ലാത്തവരായിട്ടുള്ള അതുകൊണ്ട് അവർ യുദ്ധം ചെയ്താൽ മരിക്കില്ല. അങ്ങനെ ആ ഹിരണ്യകശിപു ആ കയ്യൂക്കുകൊണ്ട് അഹങ്കരിച്ചിട്ട് ഉദ്ധത അഹങ്കരിച്ചിട്ട് ആ മൂന്ന് ലോകങ്ങളെയും തൻ്റെ സ്വാധീനത്തിലാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ബ്രഹ്മവരേണ, ബ്രഹ്മാവിൻ്റെ വരബലത്താൽ. അകുതോ മൃത്യു ച, എവിടെ നിന്നും മരണഭയം ഇല്ലാത്തവനായിരിക്കുന്ന ഹിരണ്യകശിപു, ആ ഹിരണ്യകശിപു.
ദോർഭ്യാം കയ്യൂക്കുകൊണ്ട് ഉദ്ധത അഹങ്കരിച്ചിട്ട് ത്രീൻ ലോകാൻ ആ ത്രൈലോക്യത്തെ സപാലാൻ പാലകന്മാരോട് കൂടിയിട്ട് വശേ ചക്രേ സ്വാധീനത്തിൽ ആക്കി. ഒന്നും കൂടി പറയാം. ബ്രഹ്മവരേണ ബ്രഹ്മാവിൻ്റെ വരബലത്താൽ അകുതോ മൃത്യുഹു ചഹ എവിടെ നിന്നും മരണഭയം ഇല്ലാത്തവനായിരിക്കുന്ന ഹിരണ്യകശിപു ദോർഭ്യാം കയ്യൂക്കുകൊണ്ട് ഉദ്ധത അഹങ്കരിച്ചിട്ട് ത്രീൻ ലോകാൻ ത്രൈലോക്യത്തെ സപാലാൻ പാലകന്മാരോടുകൂടി വശേ ചക്രേ സ്വാധീനത്തിലാക്കി. അപ്പോൾ അതിലത്തെ അന്വയം ബ്രഹ്മവരേണ അകുതോ മൃത്യുഹു ഹിരണ്യകശിപു ദോർഭ്യാം ഉദ്ധത ത്രീൻ ലോകാൻ സപാലാൻ വശേ ചക്രേ. എന്നുകൂടി പറയാം. ബ്രഹ്മവരേണ അകുതോ മൃത്യുഹു ച ഹിരണ്യകശിപു ദോർഭ്യാം ഉദ്ധത ത്രീൻ ലോകാൻ സപാലാൻ വശേ ചക്രേ. അതായത് ബ്രഹ്മാവിൻ്റെ വരബലത്താൽ എവിടെ നിന്നും മരണഭയമില്ലാത്തവനായിരിക്കുന്ന ഹിരണ്യകശിപു കയ്യൂക്കുകൊണ്ട് അഹങ്കരിച്ചിട്ട് ത്രൈലോക്യത്തെ ആ പാലകന്മാരോട് കൂടിയിട്ട് സ്വന്തം സ്വാധീനത്തിലാക്കി. ബ്രഹ്മാവിൻ്റെ ആ വരബലത്താൽ എവിടെ നിന്നും മരണഭയമില്ലാത്തവനായിരിക്കുന്ന ആ ഹിരണ്യകശിപു കയ്യൂക്കുകൊണ്ട് അഹങ്കരിച്ചിട്ട് ത്രൈലോക്യത്തെ ആ പാലകന്മാരോടുകൂടി സ്വന്തം സ്വാധീനത്തിൽ ആക്കി എന്നാണ് പറയുന്നത്. ഹിരണ്യകശിപു തൻ്റെ ആ കരബലം കൊണ്ട് ആ മതോന്മത്തനായിട്ട് ആ ബ്രഹ്മാവിൽ നിന്നും സിദ്ധിച്ച വരബലം കൊണ്ട് മൃത്യുഭയവിഹീനൻ ആയിട്ട് അങ്ങനെ അഹങ്കരിച്ച് ആ 3 ലോകങ്ങളെയും ലോകപാലന്മാരെയും കീഴടക്കി. ഈ ഹിരണ്യകശിപുവിൻ്റെ ചരിത്രം സപ്തമത്തിൽ ആദ്യമേ വരുന്നുണ്ട്. അപ്പോൾ ശക്തങ്ങളായ കൈകൾ കൊണ്ട് ആ ഹിരണ്യകശിപു മതോന്മത്തനായിട്ട് ആ ബ്രഹ്മാവിൻ്റെ വരത്താൽ മരണഭയരഹിതനായും തീർന്ന് ആ 3 ലോകങ്ങളെയും ലോകപാലന്മാരെയും തൻ്റെ വശത്തിൽ ആക്കി. ഹിരണ്യകശിപു തൻ്റെ കയ്യൂക്ക് നിമിത്തം ആരെയും കൂട്ടാക്കാത്തവനും ബ്രഹ്മാവ് നൽകിയ വരബലം നിമിത്തം മറ്റൊരുവനിൽ നിന്ന് ആ മരണഭീതി ഇല്ലാത്തവനും ആയിരുന്നതിനാൽ ആ ലോകപാലന്മാരെയും 3 ലോകങ്ങളെയും അവൻ്റെ ആജ്ഞയ്ക്ക് കീഴടക്കി വെച്ചു എന്നുള്ളതാണ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തതോ ഹിരണ്യകശിപുർ ബ്രഹ്മവരേണ ത്രൈലോക്യം വശം ചക്രേ. അങ്ങനെ ആ ഹിരണ്യകശിപു ബ്രഹ്മാവിൻ്റെ വരബലത്താൽ ആ ത്രിലോകങ്ങളെയും സ്വന്തം സ്വാധീനത്തിലാക്കി. തതോ ഹിരണ്യകശിപുർ ബ്രഹ്മവരേണ ത്രൈലോക്യം വശം ചക്രേ. ഇതാണ് ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഈ അധ്യായത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ ആ ഹിരണ്യകശിപുവിന് പ്രിയനും പ്രിയത്തെ ചെയ്യുന്നവനും അനുജനും ആ യുദ്ധപ്രിയനുമായിരിക്കുന്ന ഹിരണ്യാക്ഷൻ യുദ്ധം ചെയ്യുവാൻ അവസരം അന്വേഷിച്ചുകൊണ്ട് ഗദാധാരിയായിട്ട് സ്വർഗത്തിലേക്ക് യാത്രയായി. ഈ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ഒരു വലുതായിട്ട് ആ ഹിരണ്യകശിപുവിന് പ്രിയനും പ്രിയത്തെ ചെയ്യുന്നവനും അനുജനും യുദ്ധപ്രിയനുമായിരിക്കുന്ന ഹിരണ്യാക്ഷൻ. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഹിരണ്യാക്ഷോനുജസ്തസ്യ പ്രിയപ്രീതി കൃതന്വഹം ഗദാപാണിർ ദിവം യാതോ യുയുത്സുർ മൃഗയൻ രണം. ഹിരണ്യാക്ഷോനുജസ്തസ്യ പ്രിയപ്രീതി കൃതന്വഹം ഗദാപാണിർ ദിവം യാതോ യുയുത്സുർ മൃഗയൻ രണം. ഹിരണ്യാക്ഷൻ അനുജനായിരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ തസ്യ പ്രിയ തൻ്റെ ആ ഹിരണ്യകശിപുവിൻ്റെ പ്രിയനാണ്, ജ്യേഷ്ഠൻ്റെ പ്രിയനായിരിക്കുന്ന അദ്ദേഹം ഏട്ടൻ്റെ പ്രീതിക്കായിക്കൊണ്ട് യുദ്ധേച്ഛു ആയിട്ട് യുദ്ധം ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മൃഗയൻ അന്വേഷിച്ചിട്ട് എവിടെ ചെന്നാലാണോ യുദ്ധം ചെയ്യാൻ പറ്റുക അന്വേഷിച്ചുകൊണ്ട് ഗദയും ഏന്തിയിട്ട് സ്വർഗലോകത്തിലേക്ക് ചെന്നവനായി യാത്ര പുറപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ അതിലത്തെ പദങ്ങളെ തസ്യ പ്രിയ അനുജഹ ഹിരണ്യകശിപുവിൻ്റെ പ്രിയപ്പെട്ട അനുജനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ. തസ്യ പ്രിയ അനുജഹ അവൻ്റെ പ്രിയപ്പെട്ട അനുജനായ ഹിരണ്യാക്ഷൻ. തസ്യ അവന് അന്വഹം എപ്പോഴും പ്രീതികൃത് പ്രീതിയെ ചെയ്യുവാൻ യുയുത്സുഹു ആ യുദ്ധേച്ഛു ആയിട്ട് യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ടെന്നർത്ഥം. രണം യുദ്ധത്തിന് അവസരം അന്വേഷിച്ച് മൃഗയൻ
അവസരം അന്വേഷിച്ച് ഗദാപാണിഹി ഗദയും ഏന്തി ദിവം സ്വർഗലോകത്തേക്ക് യാത്രയായി. യാത്ര ചെന്നവനായി. അപ്പം തസ്യ പ്രിയ അനുജ അവൻ്റെ പ്രിയപ്പെട്ട അനുജനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ തസ്യ അവന് അന്വഹം എപ്പോഴും പ്രീതിയെ ചെയ്യുവാൻ പ്രീതിയെ ചെയ്യുവാൻ യുയുത്സുഹു യുദ്ധേച്ഛുവായിട്ട് അരണം യുദ്ധത്തിന് അവസരം അന്വേഷിച്ച് ഗദയുമേന്തി സ്വർഗലോകത്തേക്ക് ചെന്നവനായി. ഹിരണ്യകശിപുവിനെ പ്രിയത്തെ ചെയ്യുന്നവനും അനുജനും യുദ്ധപ്രിയനുമായിരിക്കുന്ന ഹിരണ്യാക്ഷൻ യുദ്ധം ചെയ്യുവാൻ അവസരം അന്വേഷിച്ചുകൊണ്ട് ഗദാധാരിയായിട്ട് സ്വർഗത്തിലേക്ക് യാത്രയായി. പദത്തെ അന്വയം തസ്യ പ്രിയ അനുജ ഹിരണ്യാക്ഷ തസ്യ അന്വഹം പ്രീതികൃത് യുയുത്സുഹു രണം മൃഗയൻ ഗദാപാണി ദിവം യാതഃ. തസ്യ പ്രിയ അനുജ ഹിരണ്യാക്ഷ തസ്യ അന്വഹം പ്രീതികൃത് യുയുത്സുഹു രണം മൃഗയൻ ഗദാപാണി ദിവം യാതഃ. അതായത് അവൻ്റെ പ്രിയപ്പെട്ട അനുജനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ അവനെ എപ്പോഴും പ്രീതിയെ ചെയ്യുവാൻ യുദ്ധേച്ഛുവായിട്ട് യുദ്ധത്തിന് അവസരം അന്വേഷിച്ചിട്ട് ഗദയുമേന്തിയിട്ട് സ്വർഗലോകത്ത് ചെന്നവനായി. അവൻ്റെ പ്രിയപ്പെട്ട അനുജനായിരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ പ്രിയപ്പെട്ട അനുജനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ അവന് ഹിരണ്യകശിപുവിനെ എപ്പോഴും പ്രീതിയെ ചെയ്യുവാൻ യുദ്ധേച്ഛുവായിട്ട് യുദ്ധത്തെ ഇച്ഛിച്ചുകൊണ്ട് യുദ്ധത്തിന് അവസരം അന്വേഷിച്ചിട്ട് ഗദയുമേന്തിയിട്ട് ആ സ്വർഗലോകത്തിലേക്ക് യാത്രയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹിരണ്യകശിപുവിൻ്റെ പ്രിയത്തിന് പാത്രീഭൂതനും അവൻ്റെ ഇഷ്ടം അനുസരിച്ച് തന്നെ എപ്പോഴും പ്രവർത്തിക്കുന്ന അനുജനുമായിരിക്കുന്ന ഹിരണ്യാക്ഷൻ യുദ്ധേച്ഛ ഉള്ളവനായതിനാൽ യുദ്ധം എവിടെ പോയാൽ സിദ്ധിക്കും എന്ന് ലോകത്തിൽ പോയാൽ തനിക്ക് ഏത് ലോകത്തിൽ പോയാൽ തനിക്ക് എതിരാളിയെ ലഭിക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ആ സ്വർഗലോകത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അയാൾക്ക് പ്രിയപ്പെട്ട അനുജനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ നിത്യവും അയാൾക്ക് പ്രിയം ചെയ്യുന്നവനും യുദ്ധ ആസക്തനുമായിട്ട് യുദ്ധമന്വേഷിച്ച് ഗദയും എടുത്ത് സ്വർഗത്തിലേക്ക് പോയി. അതാണ് പറയുന്നത്. ഈ അധ്യായത്തിന് തുടർന്നുള്ള ആ ഭാഗങ്ങളിൽ ഹിരണ്യാക്ഷൻ്റെ ദിഗ്വിജയമാണ് വർണ്ണിക്കപ്പെടുന്നത്. അപ്പോൾ ധർമ്മവിജയി, ലോഭവിജയി, അസുരവിജയി എന്നിങ്ങനെ ദിഗ്വിജയികൾ 3 പ്രകാരത്തിലാണ് കൗടില്യൻ്റെ പ്രമാണം അനുസരിച്ചിട്ട്. ധർമ്മവിജയി, ലോഭവിജയി, ആസുരവിജയി ഇതൊക്കെ ചേർന്നാലേ ആ ദിഗ്വിജയി ആയിത്തീരുകയുള്ളൂ. ദിഗ്വിജയികൾ അങ്ങനെ 3 പ്രകാരത്തിലാണെന്നാണ് ആ കൗടില്യൻ്റെ പ്രമാണം അനുസരിച്ചിട്ട് പ്രഥമസ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിരണ്യാക്ഷൻ അസുരവിജയിയാണ് ഇവിടെ. അതാണ് പറയുന്നത്. തം വീക്ഷ്യ ദുസ്സഹജവം രണൽകാഞ്ചന നൂപുരം വൈജയന്ത്യാ സ്രജാജുഷ്ടമംസന്യസ്തമഹാഗതം. അടുത്ത 2 ശ്ലോകങ്ങൾ നോക്കാം നമുക്ക്. ഒന്നുകൂടി ചൊല്ലാദ്യത് 21-ാമത്തെ. തം വീക്ഷ്യ ദുസ്സഹജവം രണൽകാഞ്ചന നൂപുരം വൈജയന്ത്യാ സ്രജാജുഷ്ടമംസന്യസ്തമഹാഗതം. അടുത്തത് മനോവീര്യവരോത്സിക്തമസൃണ്യമകുതോ ഭയം ഭീതാ നിലീല്യരേ ദേവാസ്താക്ഷ്യസ്ത്രസ്താ ഇവാഹ്വയഃ. എന്നൂടി പറയാം. മനോവീര്യവരോത്സിക്തമസൃണ്യമകുതോ ഭയം ഭീതാ നിലിൽവിരേ ദേവാസ്താക്ഷ്യസ്ത്രസ്താ ഇവാഹയഃ. അപ്പോൾ രണൽകാഞ്ചന നൂപുരം ആ തങ്കച്ചിലങ്ക കുലുക്കിയിട്ട് അതുപോലെ ആ മാല ധരിച്ചിട്ട് വൈജയന്ത്യ സ്രജാജുഷ്ടം ആ മാല വൈജയന്തി മാല ധരിച്ചിട്ട് അംസന്യസ്ത മഹാഗതം ആ തോളത്ത് വെച്ച വലിയ ഗതയോട് കൂടിയവനായിട്ട് അംസന്യസ്ത തോളത്ത് വെച്ച വലിയ മഹാഗതയോട് കൂടിയിട്ട് മനോവീര്യവരോത്സിക്തം ആ മനക്കരുത്തുകൊണ്ടും വീര്യം വരോത്സിക്തം ആ വരബലം കൊണ്ടും മനസ്സിൻ്റെ ബലം കൊണ്ടും ആ വരബലം കൊണ്ടും ഗർവിതനായിട്ട് അസൃണ്യം എതിരറ്റവനായിട്ടും അകുതോഭയം ഒന്നിനെയും പേടിക്കാത്തവനായിട്ടും ആ
ദുസ്സഹജവം സഹിക്കാനാവാത്ത വേഗതയോട് കൂടിയ ആ ഹിരണ്യാക്ഷനെ കണ്ട് ആ ദേവന്മാര് താക്ഷ്യ ഗരുഡനെ കണ്ട് പേടിച്ച സർപ്പങ്ങളെപ്പോലെ അഹയഹ ഇവ സർപ്പങ്ങളെപ്പോലെ ഭീതന്മാരായിട്ട് ഒളിച്ചു. അപ്പോൾ ഒന്നും കൂടി പറയാം. തം വീക്ഷ്യ ദുസ്സഹജവം, ആ ഹിരണ്യാക്ഷനെ കണ്ടിട്ട് ദുസ്സഹജവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാനാവാത്ത വേഗതയോട് കൂടിയിട്ടാണ് അദ്ദേഹം വരണം. രണൽ കാഞ്ചന നൂപുരം, ആ കാഞ്ചന നൂപുരങ്ങളൊക്കെ അണിഞ്ഞ് അതിങ്ങനെ കിലുക്കിക്കൊണ്ട് വൈജയന്ത്യാ സ്രജാജുഷ്ടം, വൈജയന്തിമാലയൊക്കെ അണിഞ്ഞ് അംസന്യസ്ത മഹാഗതം, തോളത്തിങ്ങനെ ഉയർത്തിപ്പിടിച്ച ആ ഗത ോട് കൂടിയിട്ട് മനോവീര്യവരോത്സിക്തം, ആ മനോബലവും അതുപോലെ ആ ബ്രഹ്മാവിൻ്റെ ബലം കൊണ്ടുള്ള അസൃണ്യമകുതോഭയം വരപ്രസാദത്താലും ഗർവോട് കൂടിയിട്ട് ഗർവിതനായിട്ട് ആ എതിരറ്റവനും എല്ലാവരെയും എതിരിട്ടുകൊണ്ട് അസൃണ്യമകുതോഭയം ഒരു പേടിയും ഇല്ലാതെ കണ്ട് ഭീതാനിലിൽവിരേ ദേവ, ആ ദേവന്മാര് അദ്ദേഹത്തെ കണ്ടിട്ട് ഭീത ഭയന്നു. നിലീൽവിരേ ദേവാസ്താക്ഷ്യത്രസ്താ ഇവാഹയ, എങ്ങനെ ആ ദേവന്മാര് ഭീതന്മാരായി, എങ്ങനെ ഗരുഡനെ, താക്ഷ്യൻ എന്ന് പറഞ്ഞാൽ ഗരുഡനെ കണ്ട ഇവാഹയ, ഗരുഡനെ കണ്ട് പേടിച്ച സർപ്പങ്ങളെപ്പോലെ ഭീതന്മാരായിട്ട് ഒളിച്ചു. നിലീൽവിരേ എന്ന് പറഞ്ഞാൽ ഒളിച്ചു എന്നർത്ഥം. പതുത്ത പദങ്ങളെ രണൽ കാഞ്ചന നൂപുരം തങ്കച്ചിലങ്ക കിലുക്കിയും വൈജയന്തി എന്ന സ്രജാജുഷ്ടം മാല ധരിച്ചും അംസന്യസ്ത മഹാഗതം തോളത്ത് വെച്ച വലിയ ഗതയോടുകൂടിയും മനോവീര്യവരോത്സിക്തം മനക്കരുത്തുകൊണ്ടും വരബലം കൊണ്ടും ഗർവിതനായും അസൃണ്യം എതിരറ്റവനായും അകുതോഭയം ഒന്നിനെയും പേടിക്കാതെയും ദുസ്സഹജവം സഹിക്കാനാവാത്ത വേഗതയോടുകൂടിയ തം വീക്ഷ്യ അവനെ കണ്ട് ദേവാഹ ആ ദേവന്മാർ താക്ഷ്യത്രസ്താഹ ഗരുഡനെ കണ്ട് പേടിച്ച അഹയഹ ഇവ സർപ്പങ്ങളെപ്പോലെ ഭീതരായിട്ട് നിലീൽവിരേ ഒളിച്ചു. ഒന്നും കൂടി പറയാം. രണൽ കാഞ്ചന നൂപുരം തങ്കത്തിലങ്ക കിലുക്കിയും വൈജയന്തി എന്ന സ്രജാജുഷ്ടം മാല ധരിച്ചും അംസന്യസ്ത മഹാഗതം തോളത്ത് വെച്ച ആ വലിയ ഗതയോടുകൂടിയും മനോവീര്യവരോത്സിക്തം മനക്കരുത്തുകൊണ്ടും വരബലം കൊണ്ടും ഗർവിത ആയും അസൃണ്യം എതിരറ്റവനായും അകുതോഭയം ഒന്നിനെയും പേടിക്കാതെയും ദുസ്സഹജവം അസഹിക്കാനാവാത്ത വേഗതയോടും കൂടിയ തം വീക്ഷ്യ അവനെ കണ്ട് ദേവാഹ ആ ദേവന്മാർ താക്ഷ്യത്രസ്താഹ ഗരുഡനെ കണ്ട് പേടിച്ച അഹയഹ ഇവ സർപ്പങ്ങളെപ്പോലെ ഭീതരായിട്ട് നിലിൽവിരേ ഒളിച്ചു. അപ്പോൾ അതിലത്തെ ആ അന്വയം രണൽ കാഞ്ചനനൂപുരം വൈജയന്ത്യാ സ്രജാജുഷ്ടം അംസന്യസ്ത മഹാഗതം മനോവീര്യവരോത്സിക്തം അസൃണ്യം അകുതോഭയം ദുസ്സഹജവം തം വീക്ഷ്യ ദേവാഹ താക്ഷ്യത്രസ്താഹ അഹയഹ ഇവ ഭീതാഹ നിലീൽവിരേ. ഒന്നും കൂടി പറയാം. രണൽ കാഞ്ചന നൂപുരം വൈജയന്ത്യാ സ്രജാജുഷ്ടം അംസന്യസ്ത മഹാഗതം മനോവീര്യവരോത്സിക്തം അസൃണ്യം അകുതോഭയം ദുസ്സഹജവം തം വീക്ഷ്യ ദേവാഹ താക്ഷ്യത്രസ്താഹ അഹയഹ ഇവ ഭീതാഹ നിലിൽവിരേ ഒളിച്ചു. അപ്പോൾ അതിൽ പറയുന്നത് തങ്കച്ചിലങ്ക കിലുക്കിയും വൈജയന്തി എന്ന മാല ധരിച്ചും തോളത്ത് വെച്ച വലിയ ഗതയോടുകൂടിയും മനക്കരുത്തുകൊണ്ടും വരബലം കൊണ്ടും ഗർവിതനായിട്ടും എതിരറ്റവനായിട്ടും ഒന്നിനെയും പേടിക്കാതെയും സഹിക്കാനാവാത്ത വേഗതയോടും കൂടിയ അവനെ കണ്ട് ദേവന്മാർ ഗരുഡനെ കണ്ട് പേടിച്ച സർപ്പങ്ങളെപ്പോലെ ഭീതരായിട്ട് ഒളിച്ചു. എന്നും കൂടി പറയാം. ആ തങ്കച്ചിലങ്ക കിലുക്കിയും വൈജയന്തി എന്ന മാല ധരിച്ചും തോളത്ത് വെച്ച വലിയ ഗതയോടുകൂടിയും മനക്കരുത്തുകൊണ്ടും വരബലം കൊണ്ടും ഗർവിതനായിട്ടും
എതിരറ്റവനായിട്ടും ഒന്നിനെയും പേടിക്കാതെയും സഹിക്കാനാവാത്ത വേഗതയോടും കൂടിയ അവനെ കണ്ട് ആ ദേവന്മാര് ഗരുഡനെ കണ്ട് പേടിച്ച സർപ്പങ്ങളെപ്പോലെ ഭീതന്മാരായിട്ട് ഒളിച്ചു. അപ്പോൾ സ്വർണ്ണനിർമ്മിതമായിരിക്കുന്ന കാൽച്ചിലമ്പിന്റെ ശബ്ദത്താൽ അസ്വർഗലോകം മുഖരിതമാക്കി വൈജയന്തി എന്ന മാലയും ധരിച്ച് ആ ഗദയും തോളിൽ വെച്ച് മനോബലം, സ്വവീര്യം, വരബലം ഇത്യാദികളാൽ ഗർവിതനായിട്ടും ഒന്നിനെയും ഭയപ്പെടാത്തവനായിട്ടും എവിടെയും തടസ്സം നേരിടാതെയും ആ ഹിരണ്യാക്ഷൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഗരുഡനെ കണ്ട നാഗങ്ങളെപ്പോലെ ആ ദേവന്മാർ ഭയചകിതരായിട്ട് ഒളിച്ചു. അപ്പോൾ അസഹനീയമായ വേഗതയുള്ളവനും ശബ്ദിക്കുന്ന ആ നൂപുരങ്ങളോട് കൂടിയവനും വൈജയന്തി മാലയണിഞ്ഞവനും ചുമലിൽ വലിയ ഗദ വെച്ചവനും ശൗര്യം, വീര്യം, വരബലം എന്നിവയാൽ ഗർവിതനും നിർഭയനുമായിരിക്കുന്ന അവനെ കണ്ട് ദേവന്മാരെല്ലാം ഭയന്ന് ഗരുഡനെ കണ്ട പാമ്പുകളെ പോലെ ഓടി ഒളിച്ചു. കാലിൽ ധരിച്ചിരിക്കുന്ന ആഭരണത്തെ ചലിപ്പിച്ചും ശബ്ദിപ്പിച്ചും അസഹ്യമായ ആ ബലത്തെ പ്രകടിപ്പിച്ചും പ്രകാശിപ്പിച്ചും വൈജയന്തി എന്നു പേരുള്ള മാലയെ ധരിച്ചും മഹാഗതയെ തോളിൽ വെച്ചും മനഃശക്തി, പരാക്രമബലം, വരബലം ഇവയാൽ ഗർവിച്ചും ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്തതായിരിക്കുന്ന ആ സ്വതന്ത്രതയെ ഉപയോഗിച്ചും ഏതിൽ നിന്നും ഭയമില്ലാത്തതായിരിക്കുന്ന ഭാവത്തെ പ്രദർശിപ്പിച്ചും വരുന്ന അവനെ, ആ ഹിരണ്യാക്ഷനെ കണ്ടിട്ട് ഭയന്ന് ദേവന്മാർ നേരിട്ട് വരാതെ ഓരോ ദിക്കിൽ പോയി ഒളിച്ചു. അപ്പോൾ ഇതിൻ്റെ ആ വ്യാഖ്യാനത്തിലെ ഹിരണ്യാക്ഷോ ഗദാപാണിർ, ഹിരണ്യാക്ഷൻ ആ ഗദ കയ്യിലെടുത്ത് പാണിർയോർ യുദ്ധ പാണിര്യോദ്ധും ഇച്ഛുർയുദ്ധം, ആ ഗദയൊക്കെ കയ്യിലെടുത്തിട്ട് യുദ്ധത്തിന് ഇച്ഛിച്ചുകൊണ്ട് ഇച്ഛുർ യുദ്ധം മൃഗയൻ, ആ യുദ്ധത്തെ അന്വേഷിച്ചുകൊണ്ട് സ്വർഗേ ബഭ്രാമ, സ്വർഗത്തിൽ അങ്ങനെ കറങ്ങി. ഹിരണ്യാക്ഷോ ഗദാപാണിർയോദ്ധും ഇച്ഛുർ യുദ്ധം മൃഗയൻ സ്വർഗം ബഭ്രാമ തദാ ദേവാഹ സുദുസ്സഹവേഗം സ്കന്ധേ ന്യസ്തമഹാഗതം. ആ ദേവന്മാര് അവരെ പേടിച്ചു, സഹിക്കാനാവാതെ കണ്ട് പേടിച്ചു. എന്താ, സ്കന്ധത്തിൽ ന്യസ്തമഹാഗതം, തോളത്തെ ആ ഗതയൊക്കെ വെച്ചിട്ടാണ് വരവ് ഹിരണ്യാക്ഷൻ്റെ. ഹിരണ്യാക്ഷോ ഗദാപാണിർയോദ്ധുമിച്ഛുർ യുദ്ധം മൃഗയൻ സ്വർഗം ബഭ്രാമ തദാ ദേവാഹ ദുസ്സഹവേഗം. സ്കന്ധം, ആ വേഗത്തിൽ വരുന്ന തോളത്ത് ഗതയുമായിട്ട് വേഗത്തിൽ വരുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് പേടിച്ചു. ദേവന്മാർ ഭീതന്മാരായി എന്നർത്ഥം. അതാണ് ഈ ശ്ലോകത്തിലത്തെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം നോക്കാം. 23-ാമത്തെ ശ്ലോകം. സവൈ തിരോഹിതാൻ ദൃഷ്ട്വാ മഹസാ സ്വേന ദൈത്യരാട് സേന്ദ്രാൻ ദേവഗണാൻ ക്ഷീപാൻ അപശ്യൻ വ്യനദൃശം. സവൈ തിരോഹിതാൻ ദൃഷ്ട്വാ അഹസാ സ്വേന ദൈത്യരാട് സേന്ദ്രാൻ ദേവഗണാൻ ക്ഷീപാൻ അപശ്യൻ വ്യനദൃശം. സ ദൈത്യരാട് വൈ, ആ ദൈത്യരാജാവാകട്ടെ, അതായത് ആ ഹിരണ്യാക്ഷനാവട്ടെ, സവൈ ദൈത്യരാജാവാവട്ടെ, സേന്ദ്രൻ ഇന്ദ്രനടക്കം ഉള്ള ദേവഗണങ്ങളെ, ദേവഗണാൻ സ്വേന തൻ്റെ ആ പ്രഭാവത്താൽ, സ്വേനമഹസ തൻ്റെ പ്രഭാവത്താൽ ആ ഭയന്ന് തിരോധാനം ചെയ്യുകതാകയാൽ, സേന്ദ്രാൻ ദേവഗണാൻ തിരോഹിതാൻ എന്ന് പറഞ്ഞാൽ അവരെ പേടിച്ചിട്ട് എല്ലാവരും അവിടെ നിന്നും ഒളിച്ചോടി. അങ്ങനെയുള്ള അത് കണ്ടിട്ട് അപശ്യൻ, അവരെ എവിടെയും കാണാതെ, അപശ്യൻ അവരെ എവിടെയും കാണാതെ അവർ ഭീരുക്കളെന്ന് കണ്ടിട്ട് ക്ഷീപാൻ, അവർ ഭീരുക്കളെന്ന് ക്ഷീപാൻ അപശ്യൻ അട്ടഹസിച്ചു. വ്യനദൃശം ഉച്ചത്തിൽ അട്ടഹസിച്ചു. അവരൊക്കെ ഓടി കളിച്ചപ്പോൾ, ദേവന്മാരൊക്കെ ഓടി കളിച്ചപ്പോൾ അവർ ഭീരുക്കളാണെന്ന് ധരിച്ചിട്ട് അദ്ദേഹം
താന് തന്നെയാണ് അവിടുത്തെ രാജാവ് എന്നുള്ള നിലയ്ക്ക് ഉച്ചത്തിൽ അട്ടഹസിച്ചു എന്നർത്ഥം. അപ്പോൾ സാ ദൈത്യരാട് വൈ, ആ ദൈത്യൻ രാജാവാകട്ടെ, സേന്ദ്രാൻ ഇന്ദ്രനടക്കമുള്ള ദേവഗണങ്ങളെ സ്വേന തൻ്റെ മഹസ പ്രഭാവത്താൽ ഭയന്ന് തിരോധാനം ചെയ്തതാകയാൽ അപശ്യൻ അവരെ ഒരിടത്തും കാണാതെ ക്ഷീപാൻ അവർ ഭീരുക്കളെന്ന് ദൃഷ്ട്വ കണ്ട് ഭൃശം ഉച്ചത്തിൽ വ്യനദത് അട്ടഹസിച്ചു. ഒന്നും കൂടി പറയാം. സഹ ദൈത്യരാട് വൈ, ആ ദൈത്യരാജാവാകട്ടെ, സേന്ദ്രാൻ ഇന്ദ്രനടക്കമുള്ള ദേവഗണങ്ങളെ സ്വേന തൻ്റെ മഹസ പ്രഭാവത്താൽ ഭയന്ന് തിരോധാനം ചെയ്തതാകയാൽ അപശ്യൻ അവരെ ഒരിടത്തും കാണാതെ ക്ഷീപാൻ അവർ ഭീരുക്കളെന്ന് ദൃഷ്ട്വ കണ്ടിട്ട് ഭൃശം ഉച്ചത്തിൽ അട്ടഹസിച്ചു. അപ്പോൾ സഹ ദൈത്യരാട് വൈസ് സേന്ദ്രാൻ ദേവഗണാൻ സ്വേനമഹസ തിരോഹിതാൻ അപശ്യൻ ക്ഷീപാൻ ദൃഷ്ട്വാ ഭൃശം വ്യനദത്. എന്നുകൂടി പറയാം. സഹ ദൈത്യരാട് വൈ സേന്ദ്രാൻ ദേവഗണാൻ സ്വേനമഹസ തിരോഹിതാൻ അപശ്യൻ ക്ഷീപാൻ ദൃഷ്ട്വാ ഭൃശം വ്യനദത്. ആ ദൈത്യരാജാവാകട്ടെ ഇന്ദ്രനടക്കമുള്ള ദേവഗണങ്ങളെ തൻ്റെ ആ പ്രഭാവത്താൽ ഭയന്ന്, ഇന്ദ്രൻ അടക്കമുള്ള ദേവഗണങ്ങളെ ഭയന്ന് ആ തിരോധാനം ചെയ്തതാകയാൽ, ദേവഗണങ്ങളൊക്കെ തിരോധാനം ചെയ്തതാകയാൽ അവരെ ഒരിടത്തും കാണാതെ കണ്ട് അവർ ഭീരുക്കളെന്ന് കണ്ടിട്ട് ഉച്ചത്തിൽ അട്ടഹസിച്ചു. ആ ദൈത്യരാജാവാകട്ടെ ഇന്ദ്രനടക്കമുള്ള ദേവഗണങ്ങളെ തൻ്റെ ആ പ്രഭാവത്താൽ ഭയന്ന് തിരോധാനം ചെയ്തതാകയാൽ അവരെ ഒരിടത്തും കാണാതെ ഭീരുക്കളെന്ന് കണ്ട് ഉച്ചത്തിൽ അട്ടഹസിച്ചു. അപ്പോൾ ഇന്ദ്രസഹിതരും മതോന്മത്തരുമായിട്ടുള്ള ദേവഗണങ്ങൾ ആ ഭയന്ന് ഓടിയൊളിച്ചത് കണ്ട് സ്വപ്രഭാവത്തെപ്പറ്റി ചിന്തിച്ചിട്ട് അഹങ്കാര സൂചകമാം വണ്ണം അട്ടഹസിച്ചു ആ ദൈത്യരാജൻ. അപ്പോൾ ആ അസുരരാജാവ് മത്തരാണെങ്കിലും തൻ്റെ തേജസ്സിനാൽ ഇന്ദ്രാദി ദേവന്മാരെ ഭയപ്പെട്ട് തിരോഭവിച്ചതായി കണ്ട് അവരെ കാണാതെ ഉറക്കെ അട്ടഹസിച്ചു. അസുരാധിപൻ ഇന്ദ്രസഹിതന്മാരായിരിക്കുന്ന സകല ദേവഗണങ്ങളും തൻ്റെ പ്രഭാവത്തെ ഭയപ്പെട്ട് യുദ്ധം കൂടാതെ തന്നെ ഓടിയൊളിച്ചതിനാൽ ബലഹീനന്മാരാണെന്ന് നിശ്ചയിച്ച് ഉച്ചത്തിൽ അട്ടഹാസം ചെയ്തു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം ശൗര്യവീര്യബലേന ഗർവിത, ശൗര്യവും വീര്യവും ബലവും ഇതുകൊണ്ട് ഗർവിതന്മാരായി അകുതോഭയം തേ ദൈത്യം ഭൈത്യം, ആരോട് ഒരു ഭയം ഇല്ലാതായിട്ടുള്ള ആ ദൈത്യന്മാരെ കണ്ട് ദൈത്യം ദൃഷ്ട്വാ ഭീതാഹ, അവരെ കണ്ട് ഭീതന്മാരായിട്ടുള്ള സന്തോ ഗുപ്താ ബഭൂ, ആ ദേവന്മാരെ അവിടങ്ങളിലായിട്ട് ഒളിച്ചു. ശൗര്യവീര്യബലേന ഗർവിതം അകുതോഭയം തം ദൈത്യം ദൃഷ്ട്വാ ഭീതാഹ സന്തോ ഗുപ്താ ബഭൂ, ഒളിച്ചു. അങ്ങനെ തഥാ ഹിരണ്യാക്ഷ സ്വതേജസാ ഗുപ്താൻ, ആ ഹിരണ്യാക്ഷൻ സ്വന്തം തേജസ് കൊണ്ട് ആ ഓടിയൊളിച്ച പൗരുഷഹീനാൻ, ആ പൗരുഷമില്ലാത്ത താൻ, ആ ദേവന്മാരെ പൗരുഷമില്ലാന്നറിഞ്ഞിട്ട് ജ്ഞാത്വാ ഭൃശം വ്യനദൻ, ഉറക്കെ അട്ടഹസിച്ചു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. ശൗര്യവീര്യബലേന ഗർവിതം അകുതോഭയം തം ദൈത്യം ദൃഷ്ട്വാ ഭീതാഹ സന്തോ ഗുപ്താ ബഭൂഹു തദാ ഹിരണ്യാക്ഷഃ സ്വതേജസാ ഗുപ്താൻ പൗരുഷഹീനാൻ താൻ ജ്ഞാത്വ ഭൃശം വ്യനദത്. അദ്ദേഹം ഉറക്കെ അട്ടഹസിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. തതോ നിവൃത്തഃ ക്രീഡിഷ്യൻ ഗംഭീരം
ഭീമനിസ്വനം വിജഗാഹേ മഹാസത്വോ വാർധിം മത്ത ഇവ ദ്വിപഃ തതോ നിവൃത്തഃ ക്രീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം വിജഗാഹേ മഹാസത്വോ വാർധിം മത്ത ഇവ ദ്വിപഃ. അവിടെ നിന്നിട്ട് അങ്ങനെ മടങ്ങി ഹിരണ്യാക്ഷൻ കൂറ്റനായിരിക്കണ മഹാസത്വ കൂറ്റനായിരിക്കണ ഹിരണ്യാക്ഷൻ ക്രീഡാവിനോദത്തിനായിട്ട് ആർത്തിരമ്പുന്ന അഗാധമായിരിക്കുന്ന സമുദ്രത്തിലേക്ക് മദയാനയെപ്പോലെ ഇറങ്ങിച്ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തതോ നിവൃത്ത, അപ്പോൾ അവിടെ നിന്നും മടങ്ങി, ദേവലോകത്ത് നിന്നും മടങ്ങിയിട്ട് ക്രീഡിഷ്യൻ വിനോദിക്കാനെന്ന വണ്ണം ഗംഭീരം വലിയ ഭീമനിസ്വനം വലിയ ശബ്ദത്തോടു കൂടിയിട്ട് ആർത്തിരമ്പുന്ന വലിയ ശബ്ദത്തോടു കൂടി ആർത്തിരമ്പുന്ന വിജഗാഹേ വിജഗാഹ എന്ന് പറഞ്ഞാൽ ഇറങ്ങിച്ചെന്ന മഹാസത്വ വലിയ മഹാസത്വം വാർധിം ആ സമുദ്രത്തിൽ ഇറങ്ങിച്ചെന്നു മതിച്ചുകൊണ്ട് ഇവ ദ്വിപഃ മദയാനയെപ്പോലെ മതിച്ച മദയാനയെപ്പോലെ മത്ത ഇവ ദ്വിപഃ മദയാനയെപ്പോലെ ആ വലിയ സമുദ്രത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു എന്നർത്ഥം. പതിത്ത പദങ്ങളെ തതഹ അവിടെ നിന്ന് നിവൃത്ത മടങ്ങിയിട്ട് മഹാസത്വ സഹ ആ കൂറ്റനായിരിക്കുന്ന അവൻ ക്രീഡിഷ്യൻ ക്രീഡാവിനോദത്തിനായിട്ട് ഭീമനിസ്വനം ആർത്തിരമ്പുന്ന ഗംഭീരം അഗാധമായിരിക്കുന്ന വാർധിം സമുദ്രത്തിലേക്ക് മത്തഃ ദ്വിപഃ ഇവ മദയാനയെ പോലെ വിജഗാഹേ ഇറങ്ങിച്ചെന്നു. ഒന്നും കൂടി പറയാം. തതഹ അവിടെ നിന്ന് നിവൃത്ത മടങ്ങിയിട്ട് മഹാസത്വ സഹ കൂറ്റനായിരിക്കുന്ന അവൻ ക്രീഡിഷ്യൻ ക്രീഡാവിനോദത്തിന് ഭീമനിസ്വനം ആർത്തിരമ്പുന്ന ഗംഭീരം അഗാധമായ വാർധിം സമുദ്രത്തിലേക്ക് മത്തഃ ദ്വിപഃ ഇവ മദയാനയെ പോലെ വിജഗാഹേ ഇറങ്ങിച്ചെന്നു. പദത്തെ അന്വയം തതഃ നിവൃത്തഃ മഹാസത്വഃ ക്രീഡിഷ്യൻ ഭീമനിസ്വനം ഗംഭീരം വാർധിം മത്തദ്വിപ ഇവ വിജഗാഹേ. എന്നുകൂടി പറയാം. തതഃ നിവൃത്തഃ മഹാസത്വഃ ക്രീഡിഷ്യൻ ഭീമനിസ്വനം വാർധിം മത്തദ്വിപഃ ഇവ വിജഗാഹേ. അതായത് അവിടെ നിന്ന് മടങ്ങിയിട്ട് കൂറ്റനായിരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ ക്രീഡാവിനോദത്തിന് ആർത്തിരമ്പുന്ന അഗാധമായ സമുദ്രത്തിലേക്ക് മദയാനയെപ്പോലെ ഇറങ്ങിച്ചെന്നു. ആ ദേവലോകത്ത് നിന്നും മടങ്ങിയിട്ട് ആ കൂറ്റനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ ക്രീഡാവിനോദത്തിനായിട്ട് ആർത്തിരമ്പുന്ന അഗാധമായിരിക്കുന്ന ആ സമുദ്രത്തിലേക്ക് മദയാനയെപ്പോലെ ഇറങ്ങിച്ചെന്നു. ഹിരണ്യാക്ഷൻ ആ സ്വർഗലോകത്ത് നിന്നും ആ ജയഭേരിയോടുകൂടി മടങ്ങി മതിച്ച ആനയെപ്പോലെ ബലിഷ്ഠനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ അത്യന്തം ഭയങ്കരമാം വണ്ണം ശബ്ദായമാനമായ ആ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും മടങ്ങിയ ഹിരണ്യാക്ഷൻ വിനോദിച്ച് നടക്കുമ്പോൾ അലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന മഹാശബ്ദത്തോടു കൂടിയതും ആഴമേറിയതുമായിരിക്കുന്ന സമുദ്രത്തെ മതിച്ചിരിക്കുന്ന ആനയെന്ന പോലെ ലീലയ്ക്കായിട്ട് അതിൽ പ്രവേശിച്ചു. വളരെ ബലമുള്ള അവൻ അവിടെ നിന്നും മടങ്ങി കളിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മത്തഗജം എന്ന പോലെ അഗംഭീരവും ഘോരശബ്ദവുമുള്ളതായിരിക്കുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. തതോ നിവൃത്തഃ ക്രീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം വിജഗാഹേ മഹാസത്വോ വാർധിം മത്ത ഇവ ദ്വിപഃ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.